ഇന്ന് നമുക്ക് ഉണ്ണിത്തട്ടയുടെ പേര് വെക്കാം. ഉണ്ണിത്തട്ടാന്നും വാഴക്കൂമ്പെന്നും ഒക്കെ പറയുന്നത് ഇതിനാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഉപ്പേരിയിലേക്ക് വേണ്ട സാധനങ്ങളാണ്: ഒരു പിടി തേങ്ങ, പച്ചമുളക്, ഇത് വയലറ്റ് മുളകാണ് കേട്ടോ. ഇത് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇതെടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഏതാ വെച്ചാൽ അതെടുക്കാം. കുറച്ച് ചെറിയുള്ളി, ഒരു 5-6 വെളുത്തുള്ളി. ഇത് തട്ടയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു പിടി തേങ്ങ, പച്ചമുളക്, ഇത് വയലറ്റ് മുളകാണ്. ഇതിവിടെ ഉള്ളത് കൊണ്ട് പറിച്ചെടുത്തതാണ്. ഒരു 5-6 ചെറിയുള്ളി, ഒരു 5-6 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അരിഞ്ഞു വെച്ച തട്ടയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച മുളക്, പച്ചമുളക് ഇതൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി കൈകൊണ്ട് നന്നാക്കിയിട്ട് ഞരടിയെടുക്കുക. ഇങ്ങനെ കുഴച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് അങ്ങനെ നിൽക്കട്ടെ. എന്നാൽ ഇതിലേക്ക് ഉപ്പൊക്കെ ഇറങ്ങിച്ചെന്ന് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഇറങ്ങി ചെന്നിട്ട് വറവിലേക്ക് ഇട്ടാൽ മതി. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, കടുക് പൊട്ടി. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തട്ട ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. വെള്ളം തീരെ ഒഴിക്കണ്ട. ഈ ആവിയിൽ കിടന്നിട്ട് ഇതെന്തോളം ഇത് നമുക്ക് അടച്ച് വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തട്ടപ്പേര് റെഡിയായി. ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. ഇത് വെക്കുമ്പം ഇതിലേക്ക് മുതിര, ചെറുപയർ, വൻപയർ നന്നായി കുതിർത്ത് ആദ്യം വേവിക്കുക. എന്നിട്ട് തട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിക്കുക. എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ്. ഇതിൽ ഞാൻ അതൊന്നും ഒന്നും ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കുക. തട്ട കിട്ടിയാൽ ഇതേപോലെ ഉപ്പേരി വെക്കാം. കഴിച്ചിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു.